ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺകുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് റീസണിങ്ങിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് അനലോഗീസ്. ആ അനലോഗീസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ് കൊടുത്തുള്ളത്? ഇൻട്രൊഡക്ഷൻ ടു അനലോഗി. അനലോഗി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ എന്താണ്? അനലോഗി ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു തിങ്സ് ദാറ്റ് ഷെയർ എ സിമിലർ റിലേഷൻഷിപ്പ്. അതായത് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. ആ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്ന ഒരു സിമിലർ ആയിട്ടുള്ളൊരു ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ടാവും. അത് വെച്ചായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. അതാണ് അനലോഗി എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹെൽപ്പ് ഇൻ ലോജിക്കൽ റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. നമുക്ക് ഇങ്ങനത്തെ ലോജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കി നോക്കാം സമയം കളയാതെ. അടുത്ത സ്ലൈഡിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ടൈപ്സ് ഓഫ് അനലോഗി. അനലോഗി എത്ര തരമുണ്ട് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് എന്താണ്? നമ്പർ ബേസ്ഡ് അനലോഗി. അപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് 2ഉം 4ഉം തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 3ഉം പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കാണ് തന്നിട്ടുള്ളത്. 3ഉം എത്ര വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കിവിടെ ഫസ്റ്റത്തെ നമ്പർ, അതായത് 2 എന്തായി? 4ആയി. 2 എങ്ങനെ 4ആയി? ഒന്നോടെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 2 × 2 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 എത്രയാവും? 3നെ നമുക്ക് 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായി? 6ആയില്ലേ? അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിളിൻ്റെ എന്താണ് ആൻസർ വരിക? ഇവിടെ 3ൻ്റെ എടുത്ത് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ 6 വരും. ഇതാണ് ഒരു നമ്പർ ബേസ്ഡ് അനലോഗിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താണ്? ലെറ്റർ ബേസ്ഡ് അനലോഗി. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ABC. അത് DEF ആയിട്ടുണ്ട്. അതായത് ABCDEF. അങ്ങനെ നമുക്ക് നോക്കാമല്ലോ. അതായത് കണ്ടിന്യൂഷൻ. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ GHI വരുന്നുണ്ട്. അപ്പം ബാക്കി എന്താണ്? JKL. ഇതല്ലേ ബാക്കി വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ JKL എന്ന് വരും. അതാണ് രണ്ടാമത്തെ എക്സാമ്പിളിൻ്റെ ആൻസർ. JKL വരും. പിന്നെ കൊടുത്തിട്ടുള്ളൊരു മോഡലാണ്, മൂന്നാമതുള്ള മോഡലാണ് വേർഡ് ബേസ്ഡ് അനലോഗി. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോക്ടർ, ഹോസ്പിറ്റൽ, ടീച്ചർ. നമുക്ക് സുഖമായിട്ട് പറയാം. ഡോക്ടർ എവിടെ ഉണ്ടാവുക? ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ടീച്ചർ എവിടെ ഉണ്ടാവേണ്ടത്? സ്കൂളിലല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ആൻസർ എന്താണ് വരിക? മൂന്നാമത്തെ എക്സാമ്പിളിൻ്റെ സ്കൂളിൽ നിന്ന് വരും. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മോഡൽ നോക്കി നോക്കാം. അടുത്ത മോഡൽ എന്താണ്? ഒബ്ജക്റ്റ് ബേസ്ഡ് അനലോഗി. അതായത് ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക്. പെന്ന്, റൈറ്റ്. അതായത് പേന ഉപയോഗിക്കുന്നത് എഴുതാനാണ്. അങ്ങനെയാണെങ്കിൽ നൈഫ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? കട്ടിങ്. അപ്പോൾ നമുക്ക് കട്ട് എന്ന് എഴുതാലോ. പിന്നെ അഞ്ചാമതൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, മോഡൽ തന്നിട്ടുണ്ട്. കോസ് ആൻഡ് ഇഫക്റ്റ്. അതായത് ഫയർ, തീ നമുക്ക് പൊള്ളുമല്ലോ, ബേൺ. പിന്നെ വാട്ടർ ആണെങ്കിൽ എന്താവും? വെറ്റാവുമല്ലേ, അതായത് നനയും. അതാണ് അഞ്ചാമത്തെ എക്സാമ്പിളിൻ്റെ ആൻസർ. ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ കുറേ മോഡൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടും മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ കൊടുത്തുള്ള എന്താണ്? പാർട്ട് 2 വോൾ. എന്താണ് എക്സാമ്പിൾ? ഫിംഗർ, ഹാൻഡ്. അതായത് ഹാൻഡിലാണ് ഫിംഗർ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പെറ്റൽ എവിടെ ഉണ്ടാവുക? ഫ്ലവറിലല്ലേ. അപ്പോൾ നമുക്കിവിടെ ഫ്ലവർ എന്ന് കൊടുക്കാം. പിന്നെ ഏഴാമതൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്, മോഡൽ വന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഇൻറ്റൻസിറ്റി. അതായത് വാം. അതിനെന്താ പറയുക നമ്മൾ? ഹോട്ട്. കോൾഡ് ആണെങ്കിൽ അതിനെന്താ പറയുക? കോൾഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫ്രീസിങ് എന്നൊക്കെ പറയാലോ. ഫ്രീസിങ്.
അപ്പോൾ ഈ സ്ലൈഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്? ഹൗ ടു സോൾവ് അനലോഗി ക്വസ്റ്റ്യൻസ്. അനലോഗി ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാം അത് നോക്കണ്ട. നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾ നോക്കി. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്കതെങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ നോക്കി നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഫസ്റ്റ് എന്താണ്? ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് പെയർ. അതായത് ആദ്യം നമുക്കൊരു പെയർ തന്നിട്ടുണ്ടാവും. ആ പെയർ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഏത് ബേസിലാണ് അത് റിലേഷൻ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്ലൈ ദ സെയിം ലോജിക് ടു ഫൈൻഡ് ദ മിസ്സിംഗ് ടേം. ഇതേ ലോജിക്ക് നമ്മൾ അടുത്ത അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. അത്രേ ഉള്ളൂ. പിന്നെ എലിമിനേറ്റ് ഇൻകറക്റ്റ് ഓപ്ഷൻസ് യൂസിങ് ലോജിക്കൽ റീസണിങ്. അതായത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിലത് എന്തായാലും മാച്ച് ആവില്ല. അതൊക്കെ നമുക്ക് വേഗം എലിമിനേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്തും. കൺഫ്യൂഷൻ കുറയ്ക്കാൻ പറ്റും. അതാണ് മൂന്നാമത് കൊടുത്തിട്ടുള്ളത്. പിന്നെന്താണ്? ചെക്ക് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ്. അതായത് വേറെ എന്തൊക്കെ റിലേഷൻഷിപ്പും കാര്യങ്ങൾ വരുന്നുണ്ടോ, നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല, കൺഫ്യൂഷൻ വരും. രണ്ട് ഓപ്ഷനൊക്കെ ചിലപ്പോൾ ശരി പോലെ നമുക്ക് തോന്നും. അന്നേരം നമ്മൾ കുറേ മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കണം. സിനോണിം, ആൻറ്റോണിം, ഫങ്ഷൻ, കാറ്റഗറി, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇത്രയാണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താ, കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നൈഫ് കൊടുത്തിട്ടുണ്ട്. നൈഫ് എന്തിനാണ്? കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്പൂൺ എന്തിനാണ് ഉപയോഗിക്കുക? ഇളക്കാനല്ലേ. അപ്പോൾ സ്റ്റിറിന് കൊടുക്കാമല്ലോ നമുക്ക്. പിന്നെ അടുത്തത് എന്താണ്? ടീച്ചർ, സ്കൂള്. ടീച്ചർ എവിടെ ഉണ്ടാവുക? സ്കൂളിലുണ്ടാവും. സോൾജിയർ എവിടെയാണ് ഉണ്ടാവുക? ആർമിയിലല്ലേ ഉണ്ടാവുക? ആർമി. പിന്നെ മാംഗോ ഒരു ഫ്രൂട്ടാണ് തന്നിട്ടുണ്ട്. അതായത് മാംഗോ ഒരു ഫ്രൂട്ടാണ്, അതാണ് ഇവിടുത്തെ റിലേഷൻ വരുന്നത്. അങ്ങനെയാണ് പൊട്ടറ്റോ എന്താണ്? വെജിറ്റബിൾ അല്ലേ. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം വെജിറ്റബിൾ. പിന്നെ കൊടുത്തുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സ്മൈല്, ഹാപ്പിനെസ്. സന്തോഷം വരുമ്പോഴാണ് നമ്മൾ ചിരിക്കുക. ക്രൈ എന്ന് പറയുമ്പോൾ അന്നേരം എന്താണ്? നേരെ ഓപ്പോസിറ്റ്, സാഡ്നെസ്. ഈ 4 എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കി നോക്കാം. 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? KMF അതെന്തായി? LLH RMS എന്തായി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് സോൾവ് ചെയ്യണം നമുക്ക് പ്ലേസ് വാല്യൂ കാര്യങ്ങൾ അറിയണം. അതായത് ഇത് വേർഡിനൊരു മീനിങ് ഇല്ലാത്ത വേർഡാണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ലെറ്റർ അനലോഗിയാണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? കെയിൻ്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയാണ്? 11ആണ്. പിന്നെ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 13. അത് മനസ്സിലാക്കാൻ എന്താ, എം നമുക്ക് തിരിച്ചിട്ടുണ്ട് 3 പോലെയല്ലേ. അപ്പോൾ 13 നമ്മൾ വിചാരിക്കുക. അപ്പോൾ നമുക്കത് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ എന്ന് പറയുമ്പോൾ എഫ് എന്ന് പറയുമ്പോൾ എന്താണ്? 6. അതെങ്ങനെയാണ്? എഫിൻ്റെ മുകളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അത് തല തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 പോലെ ആവുമല്ലോ. ആ ഒരു മെത്തേഡ് ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫ് 6 എന്ന് മനസ്സിലാവും. പിന്നെ എന്താണ്? എല്ലാണ് തന്നിട്ടുള്ളത്. എല്ലിൻ്റെ വാല്യൂ 12. എല്ലിൻ്റെ വാല്യൂ രണ്ടാമതും 12. പിന്നെന്താണ്? എച്ച് 8 ആണ്. അതെങ്ങനെയാണ് 8 വരിക? നമ്മളൊരു എച്ച് വരയ്ക്കുക. അതിൻ്റെ മുകളിലും താഴെ ഇതാക്കുമ്പോൾ 8 പോലെ ആയില്ലേ ഏകദേശം. അപ്പോൾ നമുക്ക് 8 എന്ന് കൊടുക്കാം. ഇനി എന്താണ്? ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ നോക്കണം. 11 എന്തായി? 12ആയി. അപ്പോൾ നമുക്ക് +1 അല്ലേ വരിക. 13 12ആയി, -1. പിന്നെ 6 8ആയി. 6 എങ്ങനെ 8 ആവുക? +2 അല്ലേ വരിക. അപ്പോൾ ഇതേ മെത്തേഡ് നമുക്ക് അടുത്തതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അടുത്തത് എന്താണ്? ഒരു 6. 6ൻ്റെ വാല്യൂ എത്രയാണ്? 18. എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം 13. എസിൻ്റെ വാല്യൂ എത്രയാണ്? 19 വരിക. എസിൻ്റെ വാല്യൂ 19. അപ്പോൾ നമുക്ക് ഇതേ ലോജിക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് +1 അല്ലേ, +1 ചെയ്യാം. അപ്പോൾ 18 + 1 എത്രയാണ് വരിക? 19. പിന്നെ അടുത്തത് എത്രയാണ്? 13 - 1.
13 1 പോയിട്ടുണ്ടെങ്കിൽ 12. അപ്പോൾ അടുത്തത് 12 വന്നു. പിന്നെ 19 പ്ലസ് എത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്? 2 അല്ല ചെയ്യേണ്ടേ? 2 ചെയ്യുമ്പോൾ എത്രയാണ്? 21 അല്ലേ വരിക? അപ്പോൾ 21 കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പ്ലേസ് വാല്യൂ നോക്കി നോക്കാം. 19 എന്ന് പറയുമ്പോൾ ഏതാണ്? എസിൻ്റെ വാല്യൂ ആണ് 19 വരിക. 12 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാണ് 12. പിന്നെ 21 എന്ന് പറയുമ്പോൾ എന്താണ്? യു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? SLU. നമുക്കിവിടെ എടുത്തെഴുതാം SLU. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കി നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്താണ്? യെല്ലോ എന്ന് പറയുന്നത് PK ആയി IR എന്താവും? അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇത് ലെറ്റർ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതണം, അല്ലാണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 12 വരിക. ഓയിൻ്റെ വാല്യൂ എത്രയാണ്? 15. അതെന്തായി? പിൻ്റെ വാല്യൂ എത്രയാണ്? 16. പിന്നെ കെയിൻ്റെ വാല്യൂ എത്രയാണ്? 11. എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ നോക്കി നോക്കാം. 12 എന്തായി? 16 അപ്പോൾ പ്ലസ് എത്രയാണ്? 4 അല്ലേ വരിക? 4. പിന്നെ 15 എന്തായി? 11 ഇവിടെ എന്ന് പറയുമ്പോൾ -4 അല്ലേ വരിക? അപ്പോൾ ഇതേ ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. IRൽ ഐൻ്റെ വാല്യൂ എത്രയാണ്? 9 അല്ലേ? 9. പിന്നെ 6ൻ്റെ വാല്യൂ 18. അപ്പോൾ ഫസ്റ്റ് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? +4 ചെയ്യണം. അത് 9 + 4 എന്ന് പറയുമ്പോൾ എത്ര വരിക? 9 + 4 എന്ന് പറയുമ്പോൾ 13. പിന്നെ അതേപോലെ തന്നെ 18 അല്ലേ? 18 മൈനസ് എത്രയാണ്? 4 അല്ലേ ചെയ്യണ്ടേ? 4 ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 14 അല്ലേ വരിക? അപ്പോൾ 13 14. 13 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കിട്ടും M ആണല്ലോ 13. M. 14 എന്ന് പറയുമ്പോൾ എന്താണ്? N. അപ്പോൾ രണ്ടാമത്തത് എന്താണ് വരിക? MN വരും. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിളിൽ നോക്കി നോക്കാം. മൂന്നാമത്തെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ACF അതെന്തായി? GIL. അങ്ങനെയാണെങ്കിൽ MOR എന്തായി? നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്റെ വാല്യൂ എത്രയാണ്? പ്രൈസ് വാല്യൂ 1. പിന്നെ സിൻ്റെ വാല്യൂ 3. എഫിൻ്റെ വാല്യൂ 6. അതെന്തായി? ജിൻ്റെ വാല്യൂ എന്താണ്? 7. ഐൻ്റെ വാല്യൂ 9. എല്ലിൻ്റെ വാല്യൂ എന്താണ്? 12. 12 വരിക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? 1 7 ഒന്നെങ്ങനെ 7 ആവുക? +6 അല്ലേ വരിക? പിന്നെ അതേപോലെ തന്നെ 3 9 അവിടെയും +6. പിന്നെ അതേപോലെ തന്നെ 6 12 അവിടെയും +6. അപ്പോൾ സുഖമാണ്. മൊത്തം 6നെ കൊണ്ട് ആഡ് ചെയ്താൽ മതി പ്ലേസ് വാല്യൂവിൽ. അപ്പോൾ നമുക്ക് നോക്കാം. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 13 അല്ലേ? ഓയിൻ്റെ വാല്യൂ എത്രയാണ്? 15. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 18. അതിനോട് നമുക്കെല്ലാം ആ 6 ആഡ് ചെയ്ത് നോക്കാം. 6 ആഡ് ചെയ്യുമ്പോൾ 13 + 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 19 അല്ലേ വരിക? പിന്നെ 15 + 6 എന്ന് പറയുമ്പോൾ 21 അല്ലേ വരിക? 21. പിന്നെ 18 + 6 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 24 അല്ലേ? 24. അപ്പോൾ നമുക്ക് 19 ഏതിൻ്റെ വാല്യൂ ആണ്? പ്ലേസ് വാല്യൂ ആണ്. എസിൻ്റെ വാല്യൂ. യുവിൻ്റെ വാല്യൂ ആണ് 21. അപ്പോൾ യു കൊടുക്കാം. പിന്നെ എക്സിൻ്റെ വാല്യൂ ആണ് 24. 24 വരുന്നത്. അപ്പോൾ SUX ആണ് മൂന്നാമത്തെ കറക്റ്റ് ആൻസർ. SUX. ഈ 3 എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിലും 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതാണെങ്കിൽ എന്താണ്? ലെറ്ററും വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്പറും വരുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? IC6. IC എന്ന് പറയുന്നത് 6 ആയി. പിന്നെ DP എത്ര നമ്പർ ആയി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം.
ഫസ്റ്റ് ഐൻ്റെ പ്ലേസ് വാല്യൂ എഴുതാം നമുക്ക്. ഐൻ്റെ എത്രയാണ് 9 അല്ലേ വരിക. സീൻ്റെ വാല്യൂ 3, അതെന്തായി 6 ആയി. ഇതെങ്ങനെ 6 ആയി? ഇവിടെ കൊടുത്തിട്ടുണ്ട് 3ഉം 9ഉം, അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 6 അല്ലേ വരുന്നത്. അപ്പം നമുക്ക് ഡിഫറൻസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഡിഫറൻസ് അതെത്രയാണ്? 6 ആണ് വരുന്നത്. അതേ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, ആൻസർ വരുന്നുണ്ടോന്ന്. ഡിൻ്റെ വാല്യൂ എത്രയാണ്? 4. ടീൻ്റെ വാല്യൂ എത്രയാണ്? 16. അതിൻ്റെ ഡിഫറൻസ് എത്രയാണ് വരിക? 12 അല്ലേ വരിക. അപ്പോൾ ഫസ്റ്റത്തെ ഈ എക്സാമ്പിളിൻ്റെ ആൻസർ എത്രയാണ് വരിക? 12. പിന്നെ വേറെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എൻ എം 14 13 എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ് ഇസഡ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സുഖ. എൻ്റെ വാല്യൂ എത്രയാണ്? 14, എമ്മിൻ്റെ വാല്യൂ 13. പ്ലേസ് വാല്യൂ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 24 വരിക. പിന്നെ അതേപോലെ തന്നെ ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? 26. ലാസ്റ്റ് വരുന്നത് 26. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ 24 × 26 വരിക. പിന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എഫ് എത്രയാണ്? 216. എൽ എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ 216 നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം ആദ്യം. എഫിൻ്റെ വാല്യൂ എത്രയാണ്? 6. അതെന്തായി? 216 എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 12. അതെത്രയോ ആയി അറിയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഈ 216 നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ? 6 എങ്ങനെ റിലേറ്റ് ചെയ്യാം? 6ൻ്റെ ക്യൂബാണ് 216. അങ്ങനെയാണെങ്കിൽ 12ൻ്റെ ക്യൂബായിരിക്കുമല്ലോ ഇവിടെ ആൻസർ വരിക. 12ൻ്റെ ക്യൂബ് എത്രയാണ്? 17 28 അല്ലേ 12ൻ്റെ ക്യൂബ് വരുന്നത്? അതെ, 17 28. അപ്പോൾ മൂന്നാമത്തതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 17 28 വരിക. അതായത് 12ൻ്റെ ക്യൂബ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അത് വളരെ സിമ്പിളാണ്. കാരണം എന്താണ്? മീനിങ് ബേസ്ഡ് അനലോഗി എന്ന് പറയും. ജസ്റ്റ് നമുക്ക് മീനിങ്ങും GK ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ കൺട്രീൻ്റെ തലവൻ ആരാ? മെയിൻ ആള് പ്രസിഡൻ്റ് അല്ലേ. അങ്ങനെയാണ് സ്റ്റേറ്റിൻ്റെ ആരാണ് വരിക? ഗവർണർ അല്ലേ വരിക. ഗവർണർ വരും, സ്റ്റേറ്റിൻ്റെ മെയിൻ ആള്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ഓപ്പോസിറ്റ് വൈറ്റ് എന്ന് നമുക്കറിയാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെയാണെങ്കിൽ അപ്പിൻ്റെ എന്താ വരിക? ഡൗൺ അല്ലേ വരിക. ഡൗൺ. പിന്നെ വോൾക്കാനോ, ലാവ. അതായത് വോൾക്കാനോ എന്നാണ് ലാവ വരുന്നത്. ഫയറിന് എന്താണ് വരിക? ആഷ് അല്ലേ വരിക. ആഷ്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, നമ്മൾ ഇത്ര ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.